ഡൽഹിയിൽ ഇത്തവണ ജനവിധി എന്താകും? മോദിയുടെ കണ്ണിലെ കരടായ കെജ്രിവാളിനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുമോ BJP? അഴിമതിക്കെതിരെ ചൂലെടുത്തിറങ്ങിയ കെജ്രിവാളിന് ആ പ്രതിച്ഛായ ഇപ്പോഴും ഉണ്ടോ? തലസ്ഥാന നഗരിയിലെ കറുത്ത കുതിരയാകുമോ കോൺഗ്രസ്? ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി. മൂന്നാം ഊഴമാണ് ആം ആദ്മിയുടെ ലക്ഷ്യം. BJP ആകട്ടെ 25 വർഷത്തിന് ശേഷം തലസ്ഥാനത്ത് അധികാരം തിരിച്ചുപിടിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നു. മങ്ങിപ്പോയ പ്രഭാവം തിരികെ പിടിക്കാൻ കോൺഗ്രസും രംഗത്തുള്ളതോടെ ത്രികോണ മത്സരത്തിനാണ് രാജ്യതലസ്ഥാനം സാക്ഷ്യം വഹിക്കുന്നത്. മാസങ്ങൾക്ക് മുൻപ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മാറ്റത്തിന്റെ ദിശാസൂചികയായി പലരും വിലയിരുത്തി. BJPയുടെ തിളക്കം മങ്ങിത്തുടങ്ങിയെന്നും പ്രതിപക്ഷ നിര കരുത്താർജിക്കുന്നുവെന്നുമുള്ള ആ തോന്നൽ പക്ഷെ പിന്നാലെ വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളോടെ ദുർബലമായി. പാർലമെന്റിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നഷ്ടമായതിന്റെ ക്ഷീണത്തിൽ ബാക്ക് ഫുട്ടിൽ നിന്നാണ് മഹാരാഷ്ട്ര, ഹരിയാന തെരഞ്ഞെടുപ്പുകളെ BJP നേരിട്ടതെങ്കിൽ രണ്ടിടത്തും നേടിയ വമ്പൻ വിജയങ്ങൾ ഡൽഹിയിൽ അവർക്ക് ഫ്രണ്ട് ഫുട്ടിൽ കളിക്കാനുള്ള ആത്മവിശ്വാസം നൽകുന്നുണ്ട്. അഴിമതി വിരുദ്ധ മുദ്രാവാക്യങ്ങളും ക്ഷേമ പദ്ധതികളുമാണ് 2015 ആപ്പിനെ അധികാരത്തിലെത്തിക്കുന്നത്. ആദ്യ വർഷങ്ങളിൽ അവർക്കത് ഏറെക്കുറെ തെറ്റില്ലാതെ നടപ്പാക്കാനായി. 2020 ഡൽഹിയിലെ വോട്ടർമാർ അവർക്ക് വീണ്ടും അവസരം നൽകി. പക്ഷെ പിന്നീട് കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞു. ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ, മുതിർന്ന നേതാവ് സഞ്ജയ് സിംഗ് ഉൾപ്പെടെ ആപ്പിന്റെ പല നേതാക്കളും അഴിമതി കുരുക്കിൽപ്പെട്ട് അഴിക്കുള്ളിലായി. ഏറ്റവും ഒടുവിൽ മദ്യനയ കേസിൽ സാക്ഷാൽ അരവിന്ദ് കെജ്രിവാളിനും തടവറയിലെ ഇരുട്ടിലിരുന്ന ഭരണം നടത്തേണ്ടി വന്നു. 10 വർഷം തുടർച്ചയായി അധികാരത്തിലിരിക്കുക എന്നത് തന്നെ ഭരണവിരുദ്ധ വികാരം രൂപപ്പെടാനുള്ള കാലയളവായി കഴിഞ്ഞു. ഒപ്പം മുഖ്യമന്ത്രി തന്നെ അഴിമതി കേസിൽ അഴിക്കുള്ളിലായെന്ന വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ 2 തവണത്തെയും പോലെ ആയിരിക്കില്ല ആപ്പിന് ഈ തിരഞ്ഞെടുപ്പെന്ന് ചുരുക്കം. അവർ വലിയ പ്രതിരോധത്തിൽ തന്നെയാണ്. അഴിമതിക്കെതിരെ ചൂലെടുത്തവരുടെ പാർട്ടിയും സർക്കാരും അഴിമതിയുടെ കൂത്തരങ്ങായെന്ന് BJP ക്യാമ്പുകൾ പ്രചരിപ്പിക്കുമ്പോൾ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിപക്ഷ വേട്ടയുടെ ഇരയാണ് താനെന്ന് കെജ്രിവാളും വാദിക്കുന്നു. ഇതിൽ ആരുടെ വാക്കാകും ജനം മുഖവിലക്കെടുക്കുക എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഇക്കുറി ഡൽഹിയുടെ ഫലം. മദ്യനയ കേസിൽ ജയിലിൽ കഴിയവേ ഇടക്കാല ജാമ്യം നേടി പുറത്തിറങ്ങിയാണ് അരവിന്ദ് കെജ്രിവാൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആപ്പിനും ഇന്ത്യ സഖ്യത്തിനും വേണ്ടി പ്രചാരണം നടത്തിയത്. പക്ഷേ 7 സീറ്റും BJP തൂത്തുവാരി. രാജ്യത്തിന്റെ പല കോണിലും ഞെട്ടിക്കുന്ന തോൽവികൾ ഏറ്റുവാങ്ങിയപ്പോഴാണ് ഡൽഹിയിലെ BJPയുടെ ഈ പ്രകടനമെന്ന് മറക്കരുത്. ജയിലിൽ കിടന്ന കെജ്രിവാളിനോട് ഒരു സഹതാപ തരംഗവും ഉണ്ടായിട്ടില്ലെന്ന് ഈ ഫലം അടിവരയിടുന്നുണ്ട്. പക്ഷേ ഡൽഹിയിലെ വോട്ടർമാർ കുറച്ചു കാലമായി തെരഞ്ഞെടുപ്പുകൾ സ്വീകരിക്കുന്ന ഒരു പൊതു പാറ്റേൺ ഉണ്ട്. പാർലമെന്റിലേക്ക് അയക്കുന്നവരെ ഡൽഹി ഭരിക്കാൻ അനുവദിക്കാത്ത ചരിത്രമാണ് തലസ്ഥാനത്തിനുള്ളത്. ലോക്സഭയിലേക്ക് സ്ഥിരതയുള്ള ഒരു ദേശീയ പാർട്ടിയെ പിന്തുണയ്ക്കുമ്പോൾ സംസ്ഥാനത്ത് പ്രാദേശിക പാർട്ടിക്ക് അവസരം നൽകുകയാണ് അവർ ചെയ്യാറ്. പോയ വർഷങ്ങളിലെ കണക്ക് പരിശോധിച്ചാൽ ഇത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 46%, ആപ്പിന് 33% വോട്ടാണ് ലഭിച്ചത്. പക്ഷേ 2015 നിയമസഭയിൽ കെജ്രിവാളിന്റെ പാർട്ടി 54% വോട്ടിലേക്ക് ഉയർന്നു. BJPയുടെ വിഹിതം 32%ലേക്ക് താഴ്ന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് വീണ്ടും തിരിഞ്ഞു. BJP അക്കൗണ്ടിൽ 57% വോട്ടെത്തിയപ്പോൾ വെറും 18% വോട്ടാണ് ആപ്പിന് സമാഹരിക്കാനായത്. 2020 നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ വീണ്ടും കാര്യങ്ങൾ കെജ്രിവാളിന് അനുകൂലമായി. 54% ഡൽഹിക്കാരുടെ പിന്തുണ കെജ്രിവാളിന്റെ പാർട്ടിക്കൊപ്പമായിരുന്നു. BJPക്ക് ലഭിച്ചത് 39% വോട്ട്. 2024 ലോക്സഭയിലേക്ക് 54% പേർ പിന്തുണച്ചത് BJPയെ. ആപ്പിന്റെ വോട്ട് ശതമാനം 24% മാത്രം. ലോക്സഭയിൽ BJP, നിയമസഭയിൽ ആം ആദ്മി. ഇതാണ് കഴിഞ്ഞ 10 വർഷമായി ഡൽഹിക്കാർ പിന്തുടരുന്ന രീതി. അതുകൊണ്ട് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ഫലം കെജ്രിവാളിനോടുള്ള അതൃപ്തിയുടെ ഫലമാണെന്ന് തീർത്തു പറയാനാകില്ല. അതാണ് ആപ്പിന്റെ പ്രതീക്ഷയും. ഇങ്ങനെയുള്ള ഈ ചാഞ്ചല്യത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ഡൽഹിയിലെ ഏതാണ്ട് 30% വരുന്ന നിഷ്പക്ഷ വോട്ടർമാരാണ്. അതായത് ഡൽഹിയിലെ നിഷ്പക്ഷമതികളായ ഈ 30% വോട്ടർമാരാണ് ഇരു സഭകളിലെയും വ്യത്യസ്ത ജനവിധി ഉണ്ടാക്കുന്നതിന് പിന്നിലെ കാരണക്കാർ. ആ 30% ഇത്തവണയും പതിവ് ശൈലി തുടർന്നാൽ ആപ്പിന് മൂന്നാം ഊഴമെന്ന സ്വപ്നം കയ്യകലത്തിൽ തന്നെയുണ്ട്. പക്ഷേ ഡൽഹി മുൻ മുഖ്യമന്ത്രിയുടെ ജനപ്രീതിയിൽ വലിയ ഇടിവുണ്ടായിട്ടുണ്ടെന്നാണ് പല ദേശീയ മാധ്യമങ്ങളും നടത്തിയ സർവേകൾ ചൂണ്ടിക്കാണിക്കുന്നത്. നിഷ്പക്ഷമതികളായ 30% വോട്ടർമാരിൽ ചിലരെങ്കിലും ആ അഴിമതി പാർട്ടിയാണെന്ന വിലയിരുത്തലിലെത്തിയാൽ കാര്യങ്ങളാകെ കുഴഞ്ഞു മറിയും. മധ്യവർഗ സ്വഭാവമുള്ള ആ 30% ഒപ്പം നിർത്താൻ കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട് കെജ്രിവാൾ. ഡൽഹിയിലെ മധ്യവർഗക്കാർക്ക് വേണ്ടി മാത്രമായി പ്രത്യേകത നികുതി ഇളവുകൾ ഉൾപ്പെടെ വാഗ്ദാനം ചെയ്യുന്ന മിഡിൽ ക്ലാസ് മാനിഫെസ്റ്റോ ആം ആദ്മി പുറത്തിറക്കിയതും ഇതിന്റെ ഭാഗമാണ്. കേന്ദ്ര സർക്കാർ കഴിഞ്ഞയാഴ്ച പ്രഖ്യാപിച്ച 8ാം ശമ്പള കമ്മീഷനെ പ്രചാരണായുധമാക്കിയാണ് BJP ഇതിനെ നേരിടുന്നത്.
ലോക്സഭയിലെ സഖ്യം നിയമസഭയിൽ ആപ്പും കോൺഗ്രസും തമ്മിലില്ല. 3 പാർട്ടികളും പരസ്പരം മത്സരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ നിഷ്പക്ഷരിൽ പകുതി പേരെങ്കിലും ആപ്പിനുള്ള പിന്തുണ പിൻവലിച്ചാൽ ഡൽഹിയിൽ നടക്കുക ശക്തമായ ത്രികോണ മത്സരമായിരിക്കും. ആം ആദ്മിയുടെ വോട്ട് ബാങ്ക് ദളിതരും ന്യൂനപക്ഷങ്ങളും പിന്നാക്ക ദരിദ്ര വിഭാഗങ്ങളുമാണ്. ആപ്പിനെ കൈയൊഴിഞ്ഞാൽ അവർ സ്വാഭാവികമായും പിന്തുണയ്ക്കുക കോൺഗ്രസിനെയാകും. അങ്ങനെ സംഭവിച്ചാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെറും 4% വോട്ട് മാത്രം കിട്ടിയ കോൺഗ്രസിനത് വലിയ ആശ്വാസമാകുമെന്ന് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിലെ കറുത്ത കുതിരകളാകാനും അവർക്ക് കഴിഞ്ഞേക്കും. അതുകൊണ്ട് 2025 ആം ആദ്മി പാർട്ടി BJPയേക്കാൾ ഭയക്കുന്നത് ഒരുപക്ഷെ കോൺഗ്രസിനെ തന്നെയായിരിക്കും. കോൺഗ്രസിനെ ഉപേക്ഷിച്ച് ആം ആദ്മിക്ക് കൈകൊടുത്ത മുസ്ലിം വോട്ടുകളെ തിരികെ എത്തിക്കാൻ വിപുലമായ ശ്രമം കോൺഗ്രസ് ഈ തവണ നടത്തുന്നുണ്ട്. ഒരു കാലത്ത് കോൺഗ്രസിന്റെ കോട്ടകളായിരുന്ന ഓഖ്ല, ബാബർപൂർ, മുസ്തഫാബാദ്, സീലംപൂർ തുടങ്ങി ഡൽഹിയിലെ 7 മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളും കേന്ദ്രീകരിച്ച പ്രത്യേക ക്യാമ്പയിനുകൾ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി ഡൽഹിയിൽ ഇത്തവണ പ്രചാരണം ആരംഭിച്ചത് തന്നെ സീലംപൂരിൽ നിന്നാണ്. ആം ആദ്മിയെയും BJPയും മറികടന്നുകൊണ്ട് അധികാരം പിടിക്കുക പ്രയാസമാണെന്നറിയാവുന്ന കോൺഗ്രസ് നേതൃത്വം ഘട്ടം ഘട്ടമായി ഡൽഹിയിലെ നഷ്ടപ്പെട്ടു പോയ പ്രതാപം തിരികെ പിടിക്കാനാണ് ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ തവണത്തെ 4% വോട്ട് ഇത്തവണ 15%ത്തിലേക്ക് ഉയർത്തുകയാണ് അവരുടെ പദ്ധതി. പക്ഷെ അത് ആം ആദ്മിക്കുണ്ടാക്കുന്ന ഭീഷണി ചെറുതല്ലതാനും. തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞർ പറയുന്ന ചില കണക്കുകൾ നോക്കാം. 70 സീറ്റുകളാണ് ഡൽഹി നിയമസഭയിലുള്ളത്. 2020 തെരഞ്ഞെടുപ്പിൽ ആപ്പിന് 62 MLA-മാർ BJPക്ക് 8. ഇത്തവണ ആം ആദ്മിയുടെ വോട്ട് വിഹിതത്തിൽ നിന്ന് 10% വോട്ടെങ്കിലും കോൺഗ്രസ് പിടിച്ചെടുത്താൽ ആപ്പിന് കഴിഞ്ഞ തവണത്തേതിനേക്കാൾ നിന്ന് 15 സീറ്റുകളെങ്കിലും നഷ്ടമാകും. BJP കൂടി വോട്ട് വർദ്ധിപ്പിച്ചാൽ ആപ്പിന് നഷ്ടമാകുന്ന സീറ്റുകളുടെ എണ്ണം വീണ്ടും കൂടും. ഇനി കോൺഗ്രസും BJPയും ആം ആദ്മി പാർട്ടിയുടെ വോട്ട് വിഹിതത്തിൽ നിന്ന് 5% വീതമെങ്കിലും സ്വന്തമാക്കുന്നുവെന്ന് കരുതുക. ആപ്പിന് കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് പകുതിയോളം സീറ്റുകൾ നഷ്ടമാകും. 39 സീറ്റുകളെങ്കിലും നേടി BJP അധികാരത്തിലെത്തുകയും ചെയ്യും. വോട്ടർമാരുടെ ഈ ഒഴുക്കിന് തടയിടാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് കെജ്രിവാളും കൂട്ടരും. ദളിത് വിദ്യാർത്ഥികൾക്കായി അംബേദ്കറുടെ പേരിൽ സ്കോളർഷിപ്പ് പ്രഖ്യാപിച്ചതടക്കം അതിന്റെ ഭാഗമാണ്. 1-ലധികം പുതിയ ക്ഷേമ പദ്ധതികൾ കെജ്രിവാൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാ വീടുകളിലും 200 യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതി നൽകുന്ന പദ്ധതി തുടരും. 3 ലക്ഷത്തിൽ താഴെ വരുമാനമുള്ള സ്ത്രീകൾക്ക് മാസം തോറും 1000 രൂപ സഹായം നൽകും. 60 വയസ്സ് പിന്നിട്ടവർക്ക് സൗജന്യ ചികിത്സ, ഓട്ടോ ഡ്രൈവർമാർക്ക് ഇൻഷുറൻസ് അടക്കമുള്ള ആനുകൂല്യങ്ങൾ എന്നിവ ഇതിൽ ചിലത് മാത്രമാണ്. എന്തായാലും ഫെബ്രുവരിയിൽ ഡൽഹി വിധിയെഴുതും. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം കെജ്രിവാൾ മുഖ്യമന്ത്രി കസേര വെച്ചൊഴിഞ്ഞതും ഈ ശൈത്യകാലത്തെ തെരഞ്ഞെടുപ്പിൽ അഗ്നിശുദ്ധി വരുത്തി വീണ്ടും തലസ്ഥാന നഗരിയെ നയിക്കാൻ തന്നെയാണ്. അഴിമതി കേസിൽ ജയിലിൽ കടന്ന ശേഷം നേരിട്ട തെരഞ്ഞെടുപ്പിൽ ജാർഖണ്ഡ് ജനത ഹേമന്ത് സോറനെ കൈവിടാതിരുന്നതും കെജ്രിവാളിന് പ്രതീക്ഷ നൽകുന്നുണ്ട്. പക്ഷെ ജാർഖണ്ഡ് അല്ല ഡൽഹി. പലതാണ് സാഹചര്യങ്ങൾ. തലസ്ഥാനത്തെ ത്രികോണ മത്സരത്തിൽ ആര് വാഴും ആര് വീഴുമെന്ന് കാത്തിരുന്നു കാണണം.